ആദ്യമായിട്ടൊരു വേദി കിട്ടുന്നത്. കാരണം അതിന്റെ തിരക്കുകൾ കാരണം 2-3 വേദികളൊക്കെ വന്നായിരുന്നു. പക്ഷെ ഇലക്ഷൻ തിരക്കുകൾ കാരണം പറ്റിയില്ല. ഇന്ന് ഒരു വേദി കിട്ടി. അതിന് എന്നെ എവിടേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട നമ്മളുടെ പ്രിൻസിപ്പൽ നൽകിയിരിക്കാം. ഈ ഒരു വേദിയിൽ തന്നെ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചലച്ചിത്ര താരമുണ്ട്. പൊക്കമില്ലായ്മയിലൂടെ മലയാള സിനിമയിൽ കടന്നു വന്ന് നിങ്ങളെയൊക്കെ പോലെ തന്നെ ആ ഒരു കൊച്ചുകുട്ടിയെ പോലെ പ്രായമായെങ്കിലും കൊച്ചുകുട്ടിയായിരുന്നു മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചലച്ചിത്ര താരമുണ്ട്. ഗിന്നസ് പക്രു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഗിന്നസ് പക്രു ചേട്ടൻ. അപ്പൊ അദ്ദേഹം നമ്മുടെ അത്ഭുത ദ്വീപ് എന്ന് പറയുന്ന ചിത്രത്തിലൊക്കെ ശ്രദ്ധേയമായ ഒരു വേഷം ചെയ്ത് ഇന്ന് മലയാള സിനിമയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ഗിന്നസ് പക്രു ചേട്ടൻ. പക്രു ചേട്ടൻ ശബ്ദം ചെയ്യട്ടെ ഇഷ്ടപ്പെട്ട നല്ല രീതിയിൽ കൈയിരിക്കോ? ഓക്കെ. അപ്പൊ ഗിന്നസ് പക്രു ചേട്ടന്റെ ശബ്ദങ്ങൾക്ക് വേണ്ടി ഒരു ചെയ്യാം. ഇന്ന് അപ്പം പൊട്ടുകറി അഞ്ചുപുരി പോകും. അത് അരമനയുടെ പൊക്കത്തിരിക്കുവാണ്. എനിക്ക് എത്തുന്നില്ല. എന്റെ പെണ്ണെത്താണ് രാവിലെ കഥ തുറക്കാൻ അവതരിപ്പിക്കുകയാണ്. യുക്രൈനിൽ തലസ്ഥാനമായ കീവിലെ ഫ്രണ്ട്ഷിപ്പ് ഓഫ് നേഷൻസ് ആചരിച്ച മോഡലുകളുടെ ചുവട്ടിൽ നിൽക്കുകയാണ് ഞാൻ. ഇന്ന് ഉച്ച കഴിഞ്ഞാണ് കീവിൽ വന്നിറങ്ങിയതെങ്കിലും ഇതിനകം ഒത്തിരി കാഴ്ചകൾ കാണാൻ സാധിച്ചു. അതിലൊന്നാണ് കീവ് മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഒട്ടകത്തെ കാണാൻ സാധിച്ചു. ഒട്ടകത്തിന്റെ മുകളിലായി ഒരു പക്ഷി ഇരിപ്പുണ്ടായിരുന്നു. അതാണത്രേ ഒട്ടക പക്ഷി. ഒന്ന് ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു ജനാർദ്ദൻ ചേട്ടന്റെ ശബ്ദം. അപ്പൊ ഇത് രണ്ടുമാണ് മിമിക്രിക്കാരുടെ തുടക്കത്തിൽ അവർ ചെയ്യുന്ന ശബ്ദം. ഇത് രണ്ടുമാണ്. അപ്പൊ ഉമ്മൻചാണ്ടി സാറിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാം. അദ്ദേഹം ഈ വേദിയിൽ വന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഞങ്ങളുടെ കലോത്സവത്തെ പറ്റി പറയുന്നത് ഞങ്ങളുടെ പുതുപ്പള്ളി സ്കൂളിൽ വെച്ച് നടന്ന ഈ കലോത്സവമാണ് എനിക്ക് ഓർമ്മയുള്ളത്. അന്ന് കവിതാനാഗര മത്സരത്തിലും നാടോടി നൃത്തത്തിലുമൊക്കെ 1ാം സ്ഥാനം നേടിയ ഭർത്താവന്മാരെ വിളിച്ചിട്ട് ഭർത്താവിനെ സന്തോഷത്തോടെ ജീവിക്കുന്നത് ഭാര്യമാരെ അറിയാം. എന്താ പറയാ, പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് പറ്റില്ല. നമുക്ക് അവരില്ലാതെ പറ്റില്ല. അതാണ് എന്റെ ചവിട്ടി ആളാണെന്ന് വിചാരിച്ച നിനക്കെന്നെ ഇരിക്കണം. നീ ഇവിടെ കിടന്ന് ഉരുളുകയെ